ഹലോ, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. പാവപ്പെട്ടവർക്ക് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വേണ്ടേ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ക്രിസ്മസ് ട്രീ വെക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല, ഒത്തിരി കാശാവെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് 4 ചുള്ളിക്കമ്പും അതുപോലെ ഒരു കുഞ്ഞ് സൈസുള്ള 4 ചുള്ളിക്കമ്പ്, പിന്നെ വലിയൊരു കമ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ ഒരു ഷേപ്പിൽ കുറച്ച് നൂലുപയോഗിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ 4 എണ്ണം വലിയ ചുള്ളിക്കമ്പ് ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ചുള്ളിക്കമ്പ് നടുവിലായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ 4 ചുള്ളിക്കമ്പ് ഇതേ 3 എണ്ണം ആ ത്രികോണ ഷേപ്പിലും, നടുക്കുള്ളത് ഒന്നാം സിൻഡറിലെ വലിയ ചുള്ളിക്കമ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ നിങ്ങളും നൂലൊക്കെ യൂസ് ചെയ്തിട്ട് കെട്ടിയെടുക്കുക. എന്നിട്ട് ഞാനിവിടെ മുറ്റത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു ചെടിച്ചട്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഈ പച്ചവള്ളി ഞാൻ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മീറ്ററിന് 20 രൂപ എങ്ങാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ട്രീയുടെ ഒരു എടുക്കുന്ന ആ ഒരു ചുള്ളിക്കമ്പിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ വള്ളിയുടെ അവൈലബിലിറ്റി നമുക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ അതിന് ചുറ്റിലും ഇതങ്ങ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഓരോ വള്ളി തീരുമ്പോഴും അടുത്ത വള്ളിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേപ്ലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രീ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ സ്റ്റേപ്ലർ, പിന്നെ അതുപോലെ കെട്ടാൻ നൂല്, കുറച്ച് ചുള്ളിക്കമ്പ്, ഇതുപോലെ ഒരു ചട്ടി, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ ആകെ നമുക്ക് കാശ് ചിലവായിട്ടുള്ളത് ആ ഒരു പച്ചവള്ളിക്കും, പിന്നെ അതിൻ്റെ മുകളിൽ തൂക്കുന്ന സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, പല സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് കിട്ടിയതും. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ബൊമ്മക്കുട്ടിയൊക്കെ വെച്ചിട്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാം കൂടെ കുറച്ച് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഇതിൽ അവിടെ തൂക്കി കൊടുത്താൽ മതിയാവും. പിന്നെ ബോൾ നമുക്ക് ഐസ്ക്രീം ബോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ട്രീയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം ആ ഒരു സ്കെയിൽ ഒപ്പിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വൈറ്റ് കളർ LED സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇത് കൂടെ ചുറ്റി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനിത് അതിൻ്റെ പുറത്തായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചുറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ചുറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ലൈറ്റ് ചുറ്റിയതിന് ശേഷം അതിന് പുറത്ത് പച്ച ഈ പുല്ല് ചുറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഞാൻ പുല്ല് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെളുത്ത LED വയർ വരുന്നത്. അപ്പോൾ അത് എടുത്ത് പിടിച്ച് കാണുന്നുണ്ട്. പിന്നെ ഞാനത് അഴിക്കാനൊന്നും നിന്നില്ല. എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് കാശ് ചിലവാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കാതെ ഇരിക്കുന്ന മണ്ടത്തരായിപ്പോൾ ആർക്ക് വേണേൽ ഉണ്ടാക്കാം. കടയിൽ പോകുന്ന സമയത്ത് 2000 രൂപയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാത്തതുകൊണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അതൊക്കെ മാറി. അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട, എല്ലാവരും ഉണ്ടാക്കിക്കോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ആർട്ട് വീഡിയോസും കാണാനായിട്ട് എൻ്റെ ചാനലിലോട്ട് എല്ലാവരും വീണ്ടും വരിക. ബൈ ബൈ.